ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ മലയാളത്തിലെ ഗൗളി ജന്മം അവസാന ചാപ്റ്റേഴ്സുകളാണ് ആദ്യം ഞാൻ എടുത്തു തീർക്കുന്നത്. നമുക്ക് എല്ലാ പാഠഭാഗം എടുക്കാം. അതോടൊപ്പം ഗൗളി ജന്മം എന്ന ഗ്രേസിയുടെ കഥയെ നമുക്ക് എന്ത് ചെയ്യണം, പരീക്ഷയ്ക്ക് വേണ്ടി ഒന്ന് സെറ്റാക്കി വെക്കേണ്ടതുണ്ട്. പരീക്ഷയ്ക്ക് ഏത് രൂപത്തിൽ ചോദ്യം വന്നാലും നമ്മുടെ കയ്യിൽ പാഠസംഗ്രഹം സമ്മറി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റവും എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു ക്ലാസ്സാണ് നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത്. ആദ്യം സമ്മറി അങ്ങ് തരും, അത് കയ്യിൽ അങ്ങ് പിടിച്ചു വെച്ചേക്കുക. ചോദ്യത്തിൻ്റെ മാതൃകൾ അങ്ങ് തരും, സെറ്റാക്കി വെച്ചേക്കുക. ഏത് രൂപത്തിൽ തിരിച്ചും മറിച്ചും ചോദിച്ചാൽ ഉത്തരം എഴുതാവുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യും, ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ എല്ലാ മക്കൾക്കും ഗൗളി ജന്മം എന്ന പാഠഭാഗം ഡിസ്കസ് ചെയ്യുന്ന ഈ വീഡിയോയിലേക്ക് സ്വാഗതം പറയുന്നു. ഞാൻ ജയ്സൽ, എജുപോർട്ടിനോടൊപ്പം. ഓക്കെ, ഗൗളി ജന്മം നോക്കുക. പാഠസംഗ്രഹം. നഗരത്തിലെ ഒരാശുപത്രി മുറിയിൽ പാർക്കുന്ന രണ്ട് ഗൗളികൾ കാണുന്ന കാഴ്ചയിലൂടെയാണ് ഗൗളി ജന്മം എന്ന കഥ പറയുന്നത്. നഗരത്തിലെ ഒരാശുപത്രി മുറിയിൽ പാർക്കുന്ന രണ്ട് ഗൗളികൾ കാണുന്ന കാഴ്ചയിലൂടെയാണ് ഗൗളി ജന്മം എന്ന കഥ പറയുന്നത്. ആരാണ്? രണ്ട് ഗൗളികളാണ് നമ്മുടെ അടുത്ത് എന്ത് ചെയ്യുന്നത്, കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ട് ഗൗളികൾ. ഓർമ്മയിൽ വെക്കുക. ഗൗളി എന്ന് പറഞ്ഞാൽ എന്താ? പല്ലിയാണല്ലോ, പല്ലി, അതറിയാലോ. ആ ഗൗളി ദമ്പതികൾ ദാമ്പത്യത്തിൻ്റെ ആസക്തികൾ പെയ്തൊഴിഞ്ഞ കണ്ണുമായാണ് മുറിയിലെ കാഴ്ചകൾ കാണുന്നത്. അവർ ഇപ്പം അടുത്ത് വിവാഹിതരായിട്ടുള്ളൂ. മധുവിധുകളൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക, ആ ഒരു തിരക്കും ആ ഒരു ഭ്രമമൊക്കെ കഴിഞ്ഞിട്ട് അവർ നിൽക്കുന്നൊരു സമയമാണ്. അപകടത്തിൽപ്പെട്ട് മരണാസന്നനായി കിടക്കുന്ന ചെറുപ്പക്കാരനും അയാളുടെ ഭാര്യ ആരതിയുമാണ് ഗൗളികളുടെ കണ്ണിൽപ്പെടുന്ന കാഴ്ച. അപകടത്തിന് പുറമെ മഞ്ഞപ്പിത്തം കൂടി ബാധിച്ച ആ ചെറുപ്പക്കാരൻ അധികം വൈകാതെ മരിക്കുമെന്നും അയാളുടെ ഭാര്യ പിന്നീടുള്ള ജീവിതത്തെ എങ്ങനെ നേരിടുമെന്നും ആൺഗൗളി പ്രവചിക്കുന്നുണ്ട് നമ്മുടെ കഥക്കകത്ത്. ഗർഭിണിയായ ആരതിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് തന്തയെ തീനി എന്ന് അറിയപ്പെടും എന്ന കാരണത്താൽ ആരതി ആ ഗർഭം അബോർട്ട് ചെയ്യും എന്ന് ആൺഗൗളി വിലയിരുത്തുന്നു. ഇപ്പം ആരതി ഗർഭിണിയാണ്. ഈ സമയത്തെങ്ങാനും ആ അച്ഛൻ മരിക്കുകയും കുഞ്ഞ് ജനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ, നമ്മുടെ സമൂഹം മുഴുവൻ ആ കുഞ്ഞിനെ എന്തു പറയും? തന്തയെ തീനി എന്നാണ് വിളിക്കുക. കൂട്ടത്തിൽ ആശുപത്രിയിലെ സന്ദർശകരുടെ മര്യാദയില്ലായ്മ, ഡോക്ടർമാരുടെ ഈഗോ, എഴുത്തുകാരുടെ ഈഗോ, മനുഷ്യരുടെ അന്ധവിശ്വാസങ്ങളൊക്കെ ആൺഗൗളിയുടെ സംഭാഷണത്തിൽ കടന്നു വരുന്നു. ആൺഗൗളിയുടെ സംഭാഷണത്തിൽ അതിൻ്റെ ചരിത്രബോധവും പൊതുവിജ്ഞാനവും മുജ്ജന്മ ഓർമ്മ പോലും എന്ത് ചെയ്യുന്നുണ്ട്, വെളിപ്പെടുത്തുന്നുണ്ട്. പെൺഗൗളിക്ക് ഇതൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ പെൺഗൗളിക്ക് അത്തരം ജ്ഞാനം ഒന്നുമില്ല. അതോർത്ത് അവൾ തലതല്ലി കരയുന്നുണ്ട്. ആണുങ്ങൾക്കൊരു ഭയങ്കര കഴിവെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ ആണിന് മാത്രം കഴിയുന്നതെന്ന് ആൺഗൗളി അഹന്ത കൊള്ളുന്നു, അഹങ്കാരം നടിക്കുന്നു. മമതയാണ് എല്ലാ ദുഃഖത്തിനും കാരണം എന്ന ജ്ഞാനം നേടിയ ബുദ്ധനെക്കുറിച്ച് ആൺഗൗളി പെൺഗൗളിക്ക് പറഞ്ഞു കൊടുക്കുന്നു. മമത, സ്നേഹമാണ് എല്ലാ ദുഃഖത്തിനും കാരണമെന്ന്. അത് ആര് കണ്ടെത്തിയതാണ്? ശ്രീബുദ്ധൻ കണ്ടെത്തിയതാണ്. ശ്രീബുദ്ധൻ ഒരുപാട് കാലം തപസ് ചെയ്ത് നേടിയെടുത്തതാണ് ആ അറിവ് എന്ന് ആൺഗൗളി പെൺഗൗളിക്ക് പറഞ്ഞു കൊടുക്കുന്നു. മമതയാണ് ദുഃഖത്തിന് കാരണമെന്ന് അടുക്കള ചുമരുകൾക്കുള്ളിൽ കരിയും പുകയുമേറ്റ് കിടക്കുന്ന ഏതൊരു പെണ്ണിനും അറിയാവുന്ന സത്യമാണ് എന്ന് പെൺഗൗളി പൊട്ടിച്ചെളിച്ചുകൊണ്ട് പറയുന്നു. അത് കേട്ടപ്പോൾ പെൺഗൗളിൻ്റെ മറുപടി വരുന്നത് അങ്ങനെയാണ്: മമതയാണ് എല്ലാ ദുഃഖത്തിനും കാരണമെന്ന് അടുക്കള ചുമരുകൾക്കുള്ളിൽ കരിയും പുകയുമേറ്റ് കിടക്കുന്ന ഏതൊരു പെണ്ണിനും അറിയാവുന്ന സത്യമാണ് എന്ന് പെൺഗൗളി എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ച് അഹങ്കാരത്തോടു കൂടി പറഞ്ഞൊരു സാധനത്തിനെ അവിടെ ഇല്ലാണ്ടാക്കുന്നു. ആൺഗൗളി പ്രവചിച്ചതുപോലെ കഥയുടെ അവസാനത്തിൽ ആ ചെറുപ്പക്കാരൻ മരിക്കുന്നു. ആരതിയുടെ ജീവിതം ഇനി എങ്ങനെ ആയിരിക്കുമെന്നറിയാനും ഒരു പെണ്ണിനെ കൊണ്ട് എന്തെല്ലാം കഴിയും എന്നറിയാനുമായി അപകടകരമായ ഒരു കുതിച്ചുചാട്ടത്തിലൂടെ പെൺഗൗളി ആരതിയുടെ ബാഗിൽ കയറി ഒളിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റേണ്ടവളാണ് എന്ന ആൺഗൗളിയുടെ വിലക്ക് പരിഗണിക്കാതെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് പെൺഗൗളി ഇറങ്ങിപ്പോകുന്നു. പെണ്ണിൻ്റെ സ്വത്വവും പെൺജീവിതത്തിൻ്റെ സാധ്യതകളും തേടിയുള്ള പെൺഗൗളിയുടെ അന്വേഷണം ആരംഭിക്കുന്നിടത്ത് നമ്മുടെ കഥ എന്ത് ചെയ്യുന്നു, അവസാനിക്കുന്നു. സെറ്റാണല്ലോ, സെറ്റ്. നോക്കുക, ചോദ്യോത്തരത്തിലേക്ക് വരാം. ഗൗളി ജന്മം എന്ന കഥയിലെ സന്ദർശകർക്ക് കഥയിലുള്ള പ്രാധാന്യം എന്താണ്? ഗൗളി ജന്മം എന്ന കഥയിലുള്ള സന്ദർശകർക്ക് ഈ കഥയിലുള്ള പ്രാധാന്യം എന്താണെന്ന് വിശദീകരിക്കുക. ചോദ്യം സെറ്റാണല്ലോ, ഉത്തരം നോക്കുക. ഗ്രേസിയുടെ ഗൗളി ജന്മം എന്ന കഥയിൽ ഗൗരവമുള്ള ചില സാമൂഹിക വിഷയങ്ങൾ ഹാസ്യാത്മകമായി അവതരിപ്പിക്കുന്നുണ്ട്. ആക്ഷേപഹാസ്യത്തിൻ്റെയും ഐറണിയുടെയും പാരഡിയുടെയും സാധ്യതകൾ ഈ കഥയിൽ ഉപയോഗിക്കുന്നു. ഹാസ്യത്തിൻ്റെ മറ്റൊരു രൂപമായ ലംബൂണ് മാതൃകയാണ് ഗൗളി ജന്മത്തിലെ ആശുപത്രി സന്ദർശക.
അത്തരം സന്ദർശകരുടെ മര്യാദയില്ലാത്ത പെരുമാറ്റത്തെ വിമർശിക്കാൻ വേണ്ടി പരിഹാസ്യമായ സവിശേഷതകളോടെയാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഇരുട്ട് കുത്തനെ പതിച്ചതുപോലെയുള്ള അവരുടെ സാന്നിധ്യവും കുളമ്പടിച്ചെത്തും പോലെയുള്ള വരവും പട്ടുസാരിയുടെ തിളക്കവും മര്യാദകെട്ട വർത്തമാനവും ആ കഥാപാത്രത്തിന് ഒരു കോമാളി ഭാവം നൽകുന്നു. പുറമെ സഹതാപം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ അന്യൻ്റെ ദുഃഖത്തിൽ സന്തോഷിക്കുന്ന കഥാപാത്രമാണ് ആര്? നമ്മുടെ ഈ കഥാപാത്രം. ആശുപത്രി സന്ദർശകരിൽ കാണാറുള്ള പെരുമാറ്റ വൈകൃതങ്ങളെ പരിഹസിക്കാൻ ഉപയുക്തമാണ് ഈ കഥാപാത്രം. സെറ്റാക്കി വെച്ചോളണം. ഗ്രേസിയുടെ ഗൗളി ജന്മം എന്ന കഥയിൽ ഗൗരവമുള്ള ചില സാമൂഹിക വിഷയങ്ങൾ ഹാസ്യാത്മകമായി അവതരിപ്പിക്കുന്നുണ്ട്. ആക്ഷേപഹാസ്യത്തിൻ്റെയും ഐറണിയുടെയും പാരഡിയുടെയും സാധ്യതകൾ ഈ കഥയിൽ ഉപയോഗിക്കുന്നു. ഹാസ്യത്തിൻ്റെ മറ്റൊരു രൂപമായ ലംബൂണ് മാതൃകയാണ് ഗൗളി ജന്മത്തിലെ ആശുപത്രി സന്ദർശക. അത്തരം സന്ദർശകരുടെ മര്യാദയില്ലാത്ത പെരുമാറ്റത്തെ വിമർശിക്കാൻ വേണ്ടി പരിഹാസ്യമായ സവിശേഷതകളോടെയാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഇരുട്ട് കുത്തനെ പതിച്ചതുപോലെയുള്ള അവരുടെ സാന്നിധ്യം. ആശുപത്രി സന്ദർശകയെ അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഇരുട്ട് കുത്തനെ പതിച്ചതുപോലെയുള്ള അവരുടെ സാന്നിധ്യവും കുളമ്പടിച്ചെത്തും പോലെയുള്ള വരവും പട്ടുസാരിയുടെ തിളക്കവും മര്യാദകെട്ട വർത്തമാനവും ആ കഥാപാത്രത്തിന് ഒരു കോമാളി ഭാവം നൽകുന്നു. പുറമെ സഹതാപം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ അന്യൻ്റെ ദുഃഖത്തിൽ സന്തോഷിക്കുന്ന കഥാപാത്രമാണ് അവർ. ആശുപത്രി സന്ദർശകരിൽ കാണാറുള്ള പെരുമാറ്റ വൈകൃതങ്ങളെ പരിഹസിക്കാൻ ഉപയുക്തമാണ് ഈ കഥാപാത്രം. സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിദ്യാഭ്യാസത്തിൽ മുന്നിട്ട് നിൽക്കുമ്പോഴും അന്ധവിശ്വാസത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സമൂഹമാണ് മലയാളി സമൂഹം. ഗൗളി ജന്മം എന്ന കഥയിലെ സന്ദർഭങ്ങൾ പ്രയോജനപ്പെടുത്തി ഈ അഭിപ്രായത്തിൻ്റെ സാധുത പരിശോധിക്കുക. ചോദ്യം ഒന്നുകൂടി മനസ്സിലാക്കുക. വിദ്യാഭ്യാസത്തിൽ മുന്നിട്ട് നിൽക്കുമ്പോഴും അന്ധവിശ്വാസത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സമൂഹമാണ് മലയാളി സമൂഹം. ശരിയാണോ? പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി വിലയിരുത്തുക. ഗ്രേസ് ടീച്ചർ എഴുതിയ ഗൗളി ജന്മം എന്ന കഥയിൽ കേരള സമൂഹത്തിലെ ചില തെറ്റായ പ്രവണതകളെ ഹാസ്യാത്മകമായി വിമർശിക്കുന്നു. പഠിപ്പുണ്ടെങ്കിലും യുക്തിബോധമില്ലാതെ അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരാണ് നമ്മൾ. ഒരു ശാസ്ത്രീയ യുക്തിയുമില്ലാത്ത ഗൗളി ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന മലയാളിയെ ഗ്രേസ് ടീച്ചർ കണക്കിന് കളിയാക്കുന്നുണ്ട്. അച്ഛൻ മരിക്കുമ്പോൾ ഗർഭത്തിലായിരുന്ന കുഞ്ഞിൻ്റെ തലയിൽ തന്തയെ തീനി എന്ന വിശേഷണം ചാർത്തി കൊടുക്കുന്നവരെയും കഥയിൽ പരിഹസിക്കുന്നു. നോക്കുക, ഒരു ശാസ്ത്രീയ യുക്തിയുമില്ലാത്ത ഗൗളി ശാസ്ത്രത്തിൽ പല്ല് ചിലയ്ക്കുന്നതുമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വസിക്കുന്ന മലയാളിയെ ഗ്രേസ് ടീച്ചർ കണക്കിന് കളിയാക്കുന്നു. അടുത്തത്, അച്ഛൻ മരിക്കുമ്പോൾ ഗർഭത്തിലായിരുന്ന കുഞ്ഞിൻ്റെ തലയിൽ തന്തയെ തീനി എന്ന വിശേഷണം ചാർത്തി കൊടുക്കുന്നവരെയും കഥയിൽ പരിഹസിക്കുന്നു. അങ്ങനെ അസ്ഥാനത്തിരുന്ന് ചിലയ്ക്കുന്ന പല്ലിയിൽ ദുശകനം കാണുന്ന മനുഷ്യരുടെ പൊട്ടത്തരം കഥയിൽ ഏറ്റവും ഹാസ്യാത്മകമായ രംഗമാണ്. വിദ്യാഭ്യാസ മുന്നേറ്റമുണ്ടാകുമ്പോൾ മലയാളി ഇത്തരം ഇരുണ്ട വിശ്വാസങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന എഴുത്തുകാരുടെ നിരീക്ഷണം ശരിയാണ്. ദെൻ പുരുഷൻ്റെ അഹന്ത ഗൗളി ജന്മത്തിലും തീർത്തും തേഞ്ഞു പോയിരുന്നില്ല എന്ന് പറയാൻ കാരണം എന്താണ്? പുരുഷൻ്റെ അഹന്ത ഗൗളി ജന്മത്തിലും തീർത്തും തേഞ്ഞു പോയിരുന്നില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഓർത്തു വെക്കുക. താൻ മുജ്ജന്മത്തിൽ കഥാകൃത്തായിരുന്നെന്നും തൻ്റെ കഥകൾ മലയാളത്തിലെ മികച്ച കഥകളായിരുന്നെന്നും ആൺഗൗളി കരുതുന്നു. മുജ്ജന്മത്തെക്കുറിച്ചുള്ള ഈ ഓർമ്മ പോലും, മുജ്ജന്മം എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ ജന്മം. ആണിന് മാത്രം കൈവരുന്ന സിദ്ധിയാണെന്ന് ആൺഗൗളി അഭിമാനിക്കുന്നു. തനിക്ക് മുജ്ജന്മത്തെക്കുറിച്ച് ഓരോർമ്മയില്ലെന്ന് പെൺഗൗളി സങ്കടപ്പെടുമ്പോൾ പുച്ഛത്തോടെയാണ് ആൺഗൗളി പ്രതികരിക്കുന്നത്. ധ്യാനവും ജ്ഞാനവും ആണിന് മാത്രം സാധ്യമാണെന്ന് അവൻ അഭിമാനിക്കുന്നു. തൻ്റെ കുഞ്ഞിനെ പെറ്റുപോറ്റേണ്ടവൾ മാത്രമാണ് പെൺഗൗളി എന്ന പരാമർശത്തിലും കാണാം ഗൗളി ജന്മത്തിലും തേഞ്ഞു പോകാത്ത ആണിൻ്റെ ഹുങ്ക്. ദെൻ ഇത് കണ്ടെത്താനാണോ ആ പാവം രാജകുമാരൻ ഇക്കണ്ട ത്യാഗങ്ങളൊക്കെ സഹിച്ചത്? കഷ്ടം. അടുക്കള ചുമരുകൾക്കുള്ളിൽ കരിയും പുകയും പിടിച്ചു കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് പോലും അറിയാമല്ലോ ഇത്. സന്ദർഭം വിശദീകരിച്ച് ഇതിലെ പരിഹാസം വ്യക്തമാക്കുക. എന്തിനെക്കുറിച്ച് പറയുന്ന ഭാഗമായിരുന്നു? മമത കണ്ടെത്താൻ ബുദ്ധൻ നടത്തിയ ത്യാഗത്തെക്കുറിച്ച് പറയാണ്. ഗ്രേസിയുടെ ഗൗളി ജന്മം എന്ന കഥയിലെ പെൺഗൗളിയുടെ പരിഹാസമാണിത്. ആണഹന്തയുടെ ആൾരൂപമായാണ് കഥയിലെ ആൺഗൗളി പ്രത്യക്ഷപ്പെടുന്നത്. ജ്ഞാനവും ധ്യാനവും ത്യാഗവും എല്ലാം പുരുഷന്റെ മാത്രം കഴിവുകളാണെന്ന് വിശ്വസിക്കുന്ന ആൺഗൗളി ബുദ്ധന്റെ ജ്ഞാനോദയത്തെക്കുറിച്ച് പെൺഗൗളിയോട് പറയുന്നത് ഈ അഹങ്കാരത്തോടെയാണ്. എല്ലാം ത്യജിച്ച് ധ്യാനസ്ഥനായതുകൊണ്ടാണ് ബുദ്ധന് ജ്ഞാനോദയം ഉണ്ടായത്. അതൊരിക്കലും പെണ്ണിന് കഴിയുന്നതല്ല എന്ന് ആൺഗൗളി പറയുന്നു.
ബുദ്ധൻ ഇത്ര കഷ്ടപ്പെട്ട് നേടിയ ജ്ഞാനം പെണ്ണ് സ്വന്തം ജീവിതം കൊണ്ട് പഠിച്ചതാണ്. മമതയാണ് എല്ലാ ദുഃഖത്തിനും കാരണം എന്നവൾ അനുഭവിച്ച് പഠിച്ചതാണ്. കുടുംബത്തെ സ്നേഹിച്ചു പോയതുകൊണ്ട് മാത്രം അതിൻ്റെ തടവറയിൽ സ്വയം നഷ്ടപ്പെടുന്നവളാണ് ആര്? പെണ്ണ്. അവൾക്ക് കുടുംബ ബന്ധങ്ങൾ ത്യജിച്ച് തൻ്റെ സ്വാതന്ത്ര്യത്തിന് ജീവിക്കാനാവാത്തത് കുടുംബത്തോടുള്ള മമത കൊണ്ടാണ്. ആ മമതയാൽ അവൾ തന്നെ നഷ്ടപ്പെടുത്തുന്നു. ആ തിരിച്ചറിവിന് മുന്നിൽ പുരുഷന്റെ അഹന്തയും ബുദ്ധന്റെ ത്യാഗവും ജ്ഞാനവും എത്ര നിസ്സാരമാണെന്ന സൂചനയിലൂടെ പെൺഗൗളി ആണഹന്തയുടെ കഴുത്തരിയുന്നു. സെറ്റാണല്ലോ ഈ ചാപ്റ്റർ. ഗൗളി ജന്മം എന്ന് പറയുന്ന ചാപ്റ്റർ പാഠസംഗ്രഹം സെറ്റാക്കുക. ഈ ചോദ്യോത്തരങ്ങൾ റെഡിയാക്കി വെച്ചേക്കുക. ഇനി എന്ത് ചെയ്യേണ്ടി വരരുത്? പഠിക്കേണ്ടി വരരുത്. ഒരു 2 തവണ കാണുക. നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ, താങ്ക് യു.